പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലബ്ബും മേലാമുറി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് വിഭാഗവും ചേർന്ന് പാലിയേറ്റീവ് കെയർ അവബോധ റാലി സംഘടിപ്പിച്ചു. വിക്ടോറിയ കോളേജിൽ നിന്ന് തുടങ്ങിയ റാലി താരേക്കാട് സമാപിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കോർഡിനേറ്റർ വി കെ മോഹൻദാസ്, NSS കോർഡിനേറ്റർ ഡോക്ടർ സി ആശ, സെക്രട്ടറി വി ധ്വനി എന്നിവർ സംസാരിച്ചു. നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ പാലിയേറ്റീവ് ദിന പ്രവർത്തനങ്ങൾ, പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. നമ്മുടെ കോളേജും അതുപോലെ തന്നെ മേലാമുറി PHCയും സംയുക്തമായിട്ടാണ് ഈ പാലിയേറ്റീവ് ദിനാചരണം നടത്തുന്നത്. എല്ലാ വർഷവും നമ്മൾ ഈ പറഞ്ഞ പാലിയേറ്റീവ് ദിന പ്രവർത്തനങ്ങളെല്ലാം സജീവമായിട്ട് നമ്മുടെ വിക്ടോറിയ കോളേജിലെ മുഴുവൻ അംഗങ്ങളും ചേർന്നുകൊണ്ട് നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ കോളേജിലെ മുഴുവൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും നമ്മുടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പാലിയേറ്റീവ് ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു റാലി സംഘടിപ്പിക്കുകയാണ്. ബോധവൽക്കരണമാണ് ലക്ഷ്യം. നമുക്കറിയാം, പരിചരണം ആവശ്യമായ ധാരാളം പേര് രോഗപ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അസുഖങ്ങൾ ഭേദമായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ചികിത്സ സംബന്ധിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും പരിചരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എല്ലാ രോഗങ്ങൾക്കും ചികിത്സിക്കാൻ നമുക്ക് കഴിയില്ല, നമുക്കറിയാം. ചികിത്സ ഫലപ്രദമാകാത്ത രോഗങ്ങളുണ്ട്. പക്ഷേ ആ സ്ഥാനത്ത് നമുക്ക് അവിടെ പരിചരണം വളരെ പ്രധാനപ്പെട്ടതാണ്. രോഗികളെ എങ്ങനെയാണ് പരിചരിക്കേണ്ടത്, ശാസ്ത്രീയമായിട്ട് പരിചരിക്കേണ്ടത്, ഇവരെല്ലാം മേലാമുറി PHCയിലെ പാലിയേറ്റീവ് സിസ്റ്റർമാരാണ്. ഇവർ അഹോരാത്രം ഈ പാലിയേറ്റീവ് രോഗികളെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളവരാണ്. അവരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് പാലിയേറ്റീവ് ദിനം എന്ന് പറയുന്നത്. അപ്പോൾ പാലിയേറ്റീവ് രോഗികളെയും അവരെ ചികിത്സിക്കുന്നവരെയും അവരെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങളെയും ഒക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്, ഒരു ദിനം കൂടിയാണ്. അവരെല്ലാം സ്മരിക്കുന്ന ഒരു ദിനം കൂടിയാണ് പാലിയേറ്റീവ് ദിനം എന്ന് പറയുന്നത്. ജോയിന്റ് കൺവീനർ നിവേദ വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ദീർഘകാല രോഗങ്ങൾക്കും പ്രയാസപ്പെടുന്ന രോഗികൾക്കും അവരുടെ കുടുംബത്തിനും ലഭിക്കേണ്ട സമഗ്ര പരിചരണമാണ് പാലിയേറ്റീവ് കെയർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശാരീരികവും മാനസികവും സാമൂഹികവുമായ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന വ്യക്തിയെയും കുടുംബത്തെയും കേൾക്കുകയും പരിചരിക്കുകയും ചെയ്യുക എന്നത് ഉത്തരവാദിത്തമാണെന്ന ബോധം ഞാൻ ഉൾക്കൊള്ളുന്നു. റാലിയിൽ NCC, NSS, പ്രചോദി, വിക്ടോറിയയിലെ വിദ്യാർത്ഥികൾ എന്നിവരും ഭാഗമായി. UTV ന്യൂസ്, പാലക്കാട്.